Hi everyone, I'm Anjana and welcome to my YouTube channel Make-Off for Life. എല്ലാവർക്കും മേക്ക് ഓഫ് ഫോർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്നാൽ എനിക്ക് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സും പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കഴിഞ്ഞ 6 ഇയേഴ്സിലാണ് ഈ നല്ലതായിട്ട് മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചത് ശരിക്കും. അപ്പം അതിൽ ഒത്തിരി യൂട്യൂബ് ചാനൽസ് ഞാൻ റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി ആൾക്കാർ ഭയങ്കര ഇൻഫോർമേറ്റീവായിട്ടും നല്ല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യകാലത്തൊക്കെ എനിക്ക് അങ്ങനെ ഓരോ പ്രൊഡക്റ്റ് ഏതാണ് ഏത് പ്രൊഡക്റ്റ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതൊന്നും അറിയില്ലായിരുന്നു. ആൻഡ് ഏത് ഓർഡറിലാണ് ലൈക്ക് ആദ്യം ഏതാണ് അപ്ലൈ ചെയ്യേണ്ടത്, ലൈക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടാണോ കോണ്ടൂറിങ്ങിന് മുന്നെയാണോ ഫൗണ്ടേഷൻ, ഇങ്ങനത്തെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറേ ഒരു പാസ്റ്റ് 5 to 6 ഇയേഴ്സിനുള്ളിൽ പഠിച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മേക്കപ്പ് ചെയ്യാനൊക്കെ, ബോത്ത് ട്രഡീഷണലായിട്ടും അല്ലെങ്കിൽ മോഡേൺ ആയിട്ടും ഒക്കെ ചെയ്യാനായിട്ട്. പല രീതിയിലുള്ള എന്താ പറയുക ന്യൂഡ് ഫിനിഷ് ലുക്ക് അല്ലെങ്കിൽ ഓരോ ഡ്രസ്സിങ്ങിനനുസരിച്ചിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എനിക്കൊരു കഴിഞ്ഞ 5 ഇയേഴ്സായിട്ട് എനിക്ക് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്, ചില പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് എപ്പോഴും സ്യൂട്ട് ചെയ്യണമെന്നില്ല. ചിലത് നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമ്മൾ ഉള്ളതിനേക്കാൾ നല്ല ഡള്ളായിപ്പോവും. അപ്പോൾ നമ്മൾ ഒരു ഫൗണ്ടേഷനോ ക്രീമോ മോയ്സ്ചറൈസിങ് ക്രീമോ ഒക്കെ വാങ്ങിക്കുമ്പോൾ നോക്കേണ്ടത് നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഏതാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വാങ്ങിക്കണം. എനിക്ക് എപ്പോഴും അതിൽ തെറ്റ് പറ്റുമായിരുന്നു. ഇപ്പം ഐ ഫീൽ ലൈക്ക് ഞാനൊന്ന് നല്ല രീതിയിൽ സെലക്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള മേക്കപ്പിങ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഓരോ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എവറി ഡേ ഡെയിലി ഞാൻ ആദ്യം തന്നെ കോക്കനട്ട് ഓയിൽ എല്ലാ ദിവസവും രാവിലെ മസാജ് ചെയ്യാറുണ്ട് ഫേസ്. അപ്പം ഞാൻ നേരത്തെ എൻ്റെ മോർണിംഗ് റുട്ടീനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് കോക്കനട്ട് ഓയിൽ എല്ലാ ദിവസവും ഉപയോഗിക്കും. സോ മോർണിംഗ് എഴുന്നേറ്റിട്ട് നല്ല രീതിയിൽ ഇത് വെച്ചൊന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ കോക്കനട്ട് ഓയിലാണ്. അതിനുശേഷം പിന്നെയുള്ളത് എവറി ഡേ മോർണിംഗ് സ്കിൻ പ്രപ്പാണ്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് ന്യൂട്രോജനയുടെ ആൽക്കഹോൾ ഫ്രീ ടോണറാണ്. പിന്നെ ഉള്ളത് എൻ്റെ എക്ലാറ്റ് എന്ന് പറയുന്ന ഗ്ലോ അപ്പ് വൈറ്റമിൻ സി സീറം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ മേക്കപ്പിന് മുന്നേയും ലൈക്ക് ഡെയിലി യൂസും ചെയ്യാറുണ്ട്. നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേയും ഞാൻ ഈ വൈറ്റമിൻ സി സീറം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ ആമസോണിൽ നിന്നാണ് എല്ലാ പ്രൊഡക്ട്സും, ഒട്ടുമിക്ക പ്രൊഡക്ട്സും ഞാൻ ആമസോണിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. ടോണറ്, പിന്നെ എൻ്റെ എക്ലാറ്റിൻ്റെ വൈറ്റമിൻ സി സീറം, പിന്നെ ഉള്ളത് ഹെറിറ്റേജ് സ്റ്റോറിൻ്റെ റോസ് വാട്ടറാണ്. അപ്പം റോസ് വാട്ടറൊക്കെ നമുക്ക് സ്കിൻ നല്ല എന്താ പറയുക കുറച്ചൊരു ഗ്ലോയിങ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇത് 3 ഈ 4 പ്രൊഡക്ട്സ് ഡെയിലി സ്കിൻ പ്രപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന ഒന്ന് സെൻറ്റീവ്സിൻ്റെ റിന്യൂയിങ് മോയ്സ്ചറൈസറാണ്. അപ്പം അതുകൂടാതെ സീറ്റാഫിലിൻ്റേതും. അപ്പം ഇത് രണ്ടും ഡെയിലി ഫേഷ്യൽ മോയ്സ്ചറൈസറാണ്. അപ്പം ഞാൻ ഓൾട്ടർനേറ്റീവ്ലി ഇത് രണ്ടും മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ 2 മോയ്സ്ചറൈസിങ് ക്രീംസാണ് ഉപയോഗിക്കാറുള്ളത്. ഇതിലൊരു കാര്യം കാണിച്ചു തരാം. ഈ സെൻറ്റീവ്സിൻ്റേത് ഭയങ്കര എന്താ പറയുന്നത് നോക്കണേ, ഒരു പ്ലസൻറ്റ് സ്മെല്ലാണ്, പ്ലസ് ഒരു ഇറ്റ് സ്റ്റേസ് ലോങ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഫേവറേറ്റ് ആണ്, സെൻറ്റീവ്സിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം. സോ ഇത് ഡെയിലി യൂസിങ് പ്രൊഡക്ട്സാണ്. പിന്നെയുള്ളൊരു കാര്യം എൻ്റെ ഈ ഒരു എയർ ബ്രഷ് ലക്സ്. ഈ ഒരു പ്രൊഡക്ട്സിന് സാലി ഹാൻഡ്സിൻ്റെയാണ്. ഞാനിത് യൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഇപ്പോൾ ഇവിടെ എപ്പോഴും വാക്സിങ് ഒന്നും ഞാൻ ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഷേവ് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ഷേവർ വെച്ച് ഷേവ് ചെയ്യും. എന്നിട്ട് പുറത്തൊക്കെ പോകേണ്ട സമയത്ത്, ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയമാണെങ്കിൽ എന്താ പറയുക 3/4 ഇടുന്ന സമയത്ത് ഇതൊന്ന് കാലിൽ മുഴുവൻ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് അവൈലബിൾ ആണ്. ഇത് ഞാൻ ഇവിടെ അടുത്ത് TJ Maxx എന്ന കടയിൽ നിന്നാണ്, മാർഷൽസ് ആണോ TJ Maxx ആണോ എനിക്കറിയില്ല. ഇത് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ അങ്ങനെ സ്റ്റോറിൽ നിന്ന് ഇത് വാങ്ങിച്ചതാണ്. അപ്പം ഇത് എനിക്ക് ആക്ച്വലി ഇതൊരു ടാൻ ഗ്ലോയാണ് ആക്ച്വലി തരുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ കുറച്ച് റഫൊക്കെ ആണെങ്കിൽ നമ്മൾ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതൊരു
1 to 2 സ്പ്രേ ഒന്ന് നല്ലതായിട്ട് സ്പ്രേ ചെയ്താൽ കാല് നല്ല ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ ഇതങ്ങനെ ഒരു സാധനം. പിന്നെ ഉള്ളത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്, ബെറ്റാന ഓയിൽ. ഇത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിരുന്നു, ഹെയർ ഗ്രോത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഗ്രേ ഹെയർ ഉള്ളവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഹെയർ ഗ്രോത്ത് കുഴപ്പമില്ല, അല്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗ്രേ ഹെയർ എനിക്കങ്ങനെ അറിഞ്ഞൂടാ, അവിടെ എവിടെയെങ്കിലുമൊക്കെ ഗ്രേ ഹെയർ ഉണ്ട്. സോ ഗ്രേ ഹെയറിന് എത്രമാത്രം എഫക്റ്റീവാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഇപ്പോൾ ഇതും എൻ്റെ ഒരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഓയിലാണ് ബെറ്റാന ഓയിൽ. അപ്പം കുളിക്കുന്നതിന് മുന്നേ ഒരു 20 മിനിറ്റ്സ് ഇത് അപ്ലൈ ചെയ്ത് വെക്കും, എന്നിട്ട് ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഇതും ഇപ്പോൾ ഒരു എനിക്കിഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റാണ്. ഇത് ആമസോൺ പർച്ചേസാണ് കേട്ടോ. ഇനിയുള്ളത് പിന്നെ ഉള്ളത് ഈ വാസ്ലിനാണ്. അപ്പോൾ ഇവിടെ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേനും കൈ ഭയങ്കരമായിട്ട് അങ്ങ് റഫാവും. അപ്പോൾ നമ്മൾ കാലിലും കയ്യിലും എവിടെയെങ്കിലുമൊക്കെ പോകുന്നതിന് മുന്നേ, എസ്പെഷ്യലി നമ്മൾ പുറത്ത് പോകുമ്പം സോക്സും ബൂട്ട്സും ഒക്കെ ഇടുമ്പോൾ കാലൊക്കെ ഒരുമാതിരി ഭയങ്കര റഫാവാറുണ്ട്. അപ്പം ഞാൻ ഏതൊക്കെ ക്ലൈമറ്റ് ആണെങ്കിലും ഏതൊക്കെ വെതർ കണ്ടീഷൻസ് ആണെങ്കിലും കയ്യിലും കാലിലും മേക്കപ്പ് ഇട്ടതിന് ശേഷം, കാരണം ഇതിട്ട് കഴിഞ്ഞിട്ട് വാസ്ലിൻ പുരട്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ഇട്ട മുഖത്തൊക്കെ ആകും. അപ്പോൾ കൈ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ, അതേപോലെ കൈ ഫുള്ള്, കാല് ഫുള്ള്, അതേപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഫുട്ട്, അപ്പം ടോസിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് ഞാൻ വാസ്ലിൻ പുരട്ടാറുണ്ട്. നല്ലൊരു നാച്ചുറൽ ഷൈനിങ് ലുക്കാണ്. നമുക്കിപ്പം ക്രാക്ഡ് ഫീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാസ്ലിൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാനിപ്പോൾ വാസ്ലിനും എനിക്കൊരു മസ്റ്റ് ഹാവ് പ്രൊഡക്റ്റാണ്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ സ്ക്രബിലേക്ക് പോവാം. അപ്പം ഞാൻ ഫേസിൽ സ്ക്രബ് ഉപയോഗിക്കുന്നത് ട്വൈസ് ഇൻ എ വീക്കാണ്. എല്ലാ ദിവസവും ഫേഷ്യൽ സ്ക്രബ് ഉപയോഗിക്കാറില്ല. ഇത് ബോഡി സ്ക്രബാണ്. ഇത് ആക്ച്വലി ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആൻഡ് ഐ ഹൈലി റെക്കമെൻഡ് ദിസ് പ്രൊഡക്റ്റ്. ഇതിൻ്റെ പേര് സ്പാസ്ക്രിപ്ഷൻസ് ആണ്. സ്പാസ്ക്രിപ്ഷൻസിൻ്റെ ടേമറിക് പ്ലസ് കൊളാജൻ ഉള്ളൊരു ബോഡി സ്ക്രബാണ്. ഇതിൽ ടേമറിക് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്, ബ്രൗൺ ഷുഗർ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, സ്കിൻ ഭയങ്കര നാച്ചുറൽ ഗ്ലോയിങ് ആണ്. നമ്മുടെ ഡെഡ് സെൽസ്, സ്കിന്നിലുള്ള ഒത്തിരി ഡെഡ് സെൽസ് ഇത് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഒരു എല്ലാ പ്ലസൻറ്റ് സ്മെല്ലാണ് കേട്ടോ. ഇതിപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ആഴ്ചയിൽ ഒരു 3 ദിവസം 4 ദിവസം ബോഡി സ്ക്രബിന് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇനിയുള്ളത് 2 ലിപ് സ്ക്രബാണ്. ലിപ് സ്ക്രബും പിന്നെ അതിൻ്റെ ലിപ് ബാമും. ഇത് ഞാൻ വാങ്ങിച്ചത് ബാത്ത് ആൻഡ് ബോഡി എന്നാണ്. അപ്പം ഇത് വെനില ഫ്ലേവറാണ്, 2 വെനില ഫ്ലേവറാണ്. അപ്പോൾ ആദ്യമേ ഈ ഒരു സ്ക്രബ് ലിപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യും. അതിന് ശേഷം അതൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ ലിപ് ബാം യൂസ് ചെയ്യും. ആക്ച്വലി നമ്മൾ ലിപ്പിന്, ഫേസിനും ബോഡിക്കും കൊടുക്കുന്ന പോലെ തന്നെ ലിപ്പ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ബിക്കോസ് നമ്മൾ ലിപ്സ്റ്റിക്സ് ഒക്കെ ഒത്തിരി മാറി മാറി ഉപയോഗിക്കുമ്പം ലിപ്പ് സ്ക്രബിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ ലിപ്സിലൊക്കെ ഈ വൈറ്റ് സ്കിന്ന് നമ്മുടെ ഈ എന്താ പറയുക പൊട്ടിപ്പോവല്ലോ ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബാത്ത് ആൻഡ് ബോഡിയുടെ ഈ ഒരു പ്രോഡക്റ്റ് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സ്ക്രബിങ്ങിൻ്റെ പാർട്ടായിട്ട് ഈ ലിപ് സ്ക്രബിൽ ഞാൻ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബാത്ത് ആൻഡ് ബോഡിയിലും ഉണ്ട്, ഇത് അതുപോലെ തന്നെ ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് സ്ക്രബിലുള്ള 2 സാധനങ്ങൾ. ഇനിയുള്ളത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോഡി പെർഫ്യൂം. ഇത് ഡിയോറിൻ്റെ ഹിപ്നോട്ടിക് പോയ്സൺ ആണ്. അപ്പം ഇത് അത്ര സ്ട്രോങ് സ്മെൽ ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു ഹിപ്നോട്ടിക് പോയ്സൻ്റെ ഈ ഒരു സ്മെല്ല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വെരി ലൈറ്റ്, വെരി പ്ലസൻറ്റ്, നല്ലൊരു സ്മെല്ലാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഒരല്പം കയ്യിലടിച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് വിട്ടാണല്ലോ, more than 10 hours ഇത് സ്റ്റേ ചെയ്യും. ആൻഡ് ഐ റെക്കമെൻഡ് ദിസ് പെർഫ്യൂം. ഇഷ്ടപ്പെടുന്ന എല്ലാ ലേഡീസിനോടും ഞാൻ പറയുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡിയോറിൻ്റെ ഹിപ്നോട്ടിക് പോയ്സൺ, അതെൻ്റെ ഒരു ഫേവറേറ്റ് പെർഫ്യൂമാണ്. ഇനിയുള്ളത് ഇത് ചെയ്യാൻ വിട്ടു, ബോഡി ലോഷൻ. ബോഡി ലോഷനിൽ ഇതും ഞാൻ നമ്മുടെ എന്താ പറയുക വിക്ടോറിയ സീക്രട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത വിക്ടോറിയ സീക്രട്ടിൻ്റെ പിങ്ക് അവരുടെ പ്രൊഡക്റ്റാണിത്. അപ്പം ഞാൻ അത് അവരുടെ ഹണി ലോഷൻ എന്നും പറഞ്ഞിട്ടുള്ള നൊറിഷിങ് ബോഡി ലോഷനാണ്. ഷിയ ബട്ടറൊക്കെ ഉള്ള ഹണി പ്ലസ് ഷിയ ബട്ടറാണ് ഇതിലുള്ളത്.
ഇത് യൂഷ്വലി ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് ബോഡി ഫുൾ നല്ലതായിട്ട് മസാജ് ചെയ്യാറുണ്ട്. ഇതും നല്ല പ്ലസൻ്റ് ആണ്. ഇത് വൺസ് ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ വേറൊരു പെർഫ്യൂമിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. ഇതും നല്ല ലോങ് ലാസ്റ്റിംഗ് ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇനിയുള്ള കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്, ഓക്കെ, ചില സാധനങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ളത്. അത് പ്രത്യേകിച്ച് നാട്ടിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ എൻ്റെ ഒരു ബോക്സ് കേട്ടോ, വർഷങ്ങളായിട്ടുള്ള ഈ ബോക്സ് കണ്ടാലേ അറിയാം നല്ല പഴക്കമുണ്ട് ഈ ബോക്സിന്. ഇതിൽ നിറച്ച് എൻ്റെ പൊട്ടുകളാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിറയുണ്ട് ഗോപിപ്പൊട്ട്, വട്ടപ്പൊട്ട്, ചെറിയ വട്ടം, വലിയ വട്ടം, കുഞ്ഞി പൊട്ടുകൾ എല്ലാം ഉണ്ട്. അതിലെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് മുക്തി. ഇത് നല്ല പൊട്ടാണ്. ഇത് ഇടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഐറ്റക്സിൻ്റെയാണ്. ഐറ്റക്സിൻ്റെ പല്ലവി പൊട്ടുകൾ. ഈ ചേച്ചിയെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ചേച്ചിയെ. ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്, ഡാർക്ക് റെഡ് ഉണ്ട്, ലൈറ്റ് റെഡ് ഉണ്ട്. അപ്പം ഇതെൻ്റെ കളക്ഷൻസിലുള്ളതാണ്. ഗോപികൾ, എത്ര വലിയ ഗോപികൾ വേണം, ചെറിയ ഗോപികളുണ്ട്, ഇനിയും പൊട്ടിൻ്റെ അകത്ത് ചെറിയ മുത്തുള്ള പൊട്ടുകളുണ്ട്. അങ്ങനെ കുറേ പൊട്ടുകൾ. ഇനിയും റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത്, അതായത് ബ്ലാക്ക് ഔട്ട്ലൈൻ്റെ അകത്ത് റെഡുള്ള പൊട്ടുകളുണ്ട്. ഇത് ഐശ്വര്യ പൊട്ടുകളാണ്. ഐശ്വര്യ പൊട്ടുകൾ, ഐറ്റക്സ് പൊട്ടുകൾ, മുക്തി പൊട്ടുകൾ, പിന്നെ സിന്ദൂർ പൊട്ടുകൾ, ഐശ്വര്യ പൊട്ടുകളൊക്കെ ഒത്തിരി ഇതിലുണ്ട്. ഇതെൻ്റെ ഒരു ഭയങ്കര ഫേവറേറ്റ് ആൻഡ് എന്താ പറയുക, കുറേ വർഷങ്ങളായിട്ടുള്ള കളക്ഷൻസാണ്. അപ്പം ഞാൻ ഈ വട്ടം നാട്ടിൽ പോയപ്പം ഇതെടുത്തുകൊണ്ട് വന്നു. ദാവണിയും പട്ടുപാവാടയൊക്കെ ഇടുന്ന സമയത്ത് ഒരു പൊട്ട് കുത്തുന്നത് വളരെ അത്യാവശ്യമാണല്ലോ. അപ്പം ഇത് വെച്ചിട്ടാണ് പൊട്ട് കുത്താറുള്ളത്. അങ്ങനെ ഇത് ഒരു പാർട്ട് ഓഫ് മേക്കപ്പ് ആണിതെല്ലാം. പിന്നെ ഉള്ളത് ശൃംഗാറിൻ്റെ കൺമഷി. ഇതും കണ്ടിട്ടില്ലാത്തവരുണ്ടാവില്ലല്ലോ. പണ്ട് എനിക്കിതിൻ്റെ ശരിക്കും പറഞ്ഞാൽ പണ്ട് നാട്ടിൽ ബ്ലാക്ക് ആയിരുന്നു ഇതിൻ്റെ ഈ കൺമഷി ഉണ്ടായിരുന്ന ഈ ഒരു ഡപ്പയിൽ ഇത് ബ്ലാക്ക് കളറായിരുന്നു. ഈ വട്ടം ഞാൻ നാട്ടിൽ ഇപ്പോൾ വാങ്ങിച്ചപ്പോഴാണ് ഈ ഗോൾഡൻ കളർ കണ്ടത്. ഇതെനിക്കിഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കണ്ണ് എഴുതിയിട്ടിൻ്റെ അടിയിൽ ഒരു കോട്ടൺ നമ്മുടെ ഇതില്ലേ, എന്താ പറയുക, നമ്മുടെ ഇയർബഡ് വെച്ചിട്ട് ഈ ഒരു ശൃംഗാറിൻ്റെ കൺമഷി എടുത്ത് അടിയിലും ചെറുതായിട്ട് സ്മഡ്ജ് ചെയ്യും. അപ്പം എന്നെ അതുകൊണ്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ചില ദിവസം വീട്ടിൽ വെറുതെ ഡെയിലി യൂസിനും ഇത് വെച്ച് കണ്ണ് എഴുതാറുണ്ട്. ഇതിന് ഏറ്റവും നല്ല ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ തുറക്കുക, ഇതിൻ്റെ സ്മെല്ല് എനിക്ക് അറിഞ്ഞൂടെ, എത്രയോ വർഷമായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിക് എന്നൊക്കെ പറയില്ലേ, അതേ സെയിം സ്മെല്ലാണിത്. ഇതും എൻ്റെ കൂടെ ഉണ്ടാവാറുണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇല്ലാണ്ട് മേക്കപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു ഇൻകംപ്ലീറ്റ് ഫീലാണ്. അപ്പം ഈ പ്രപ്പും ഈ മോയ്സ്ചറൈസറും ഒക്കെ ചെയ്തിട്ടാണ് ഞാൻ വല്ലപ്പോഴും മേക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് രാവിലെ തന്നെ നോർമലായിട്ട് സ്കിന്നെല്ലാം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ എപ്പോഴെങ്കിലും മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കാറുള്ളൂ. ഇനിയും കംപ്ലീറ്റ്ലി മേക്കപ്പ് പുറത്തെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ പാർട്ടി വെയറിന് അനുസരിച്ച് ചെയ്യുന്ന മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ്. എനിക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങുമ്പം എപ്പോഴും കൺഫ്യൂസിങ് ആയിരുന്നു. എപ്പോഴും ഞാൻ മിസ്റ്റേക്സ് വരുത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ. നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പം ആദ്യകാലങ്ങളിലൊക്കെ ഏറ്റവും നല്ലത് നമ്മളൊരു സ്റ്റോറിൽ പോവുക, അവിടെയുള്ള ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ഈ കൈയുടെ ഈ ഒരു ഭാഗത്ത് കയ്യിൽ എപ്പോഴും നമ്മൾ സ്പ്രെഡ് ചെയ്ത് നോക്കണം. നമ്മുടെ കോംപ്ലക്ഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പം റിസ്റ്റിൻ്റെ അവിടെ ഒന്ന് നോക്കിയിട്ട് വാങ്ങിക്കുക. ഇപ്പം എനിക്ക് കുറേ ആയിട്ട് മനസ്സിലായി എൻ്റെ സ്കിന്നിന് ഇതാണ് മാച്ച് ചെയ്യുന്നത്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മെബ്ലിൻ്റെ പ്രൊഡക്ട്സ് ആണ്. എനിക്ക് മെബ്ലിൻ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫൗണ്ടേഷൻ ഏതാണ്, മെബ്ലിൻ്റെ 130 ബഫ് ബേജ് ആണ്. ബഫ് ബേജ് എന്ന ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മാറ്റ് പ്ലസ് സ്പോട്ട്ലെസ് ഫിനിഷാണ് ഇതിനുള്ളത്. ഇറ്റ്സ് ലോങ് സ്റ്റേയിങ്. എനിക്ക് ചില പ്രോഡക്ട്സ് ഉപയോഗിക്കും ഭയങ്കര ഗ്രീസി ഫീലിംഗ് ആണ്. നമ്മളിങ്ങനെ ചിരിക്കുമ്പോൾ ഒക്കെ ഇല്ലേ, നമ്മളിങ്ങനെ ചീക്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് ഇളകി വരാൻ തുടങ്ങുമായിരുന്നു.
അപ്പം ഇതങ്ങനെ പ്രശ്നമില്ല. ഒരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇപ്പം ഈ മെബ്ലിൻ്റെ ഈ സെയിം പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഈ ഒരു നാച്ചുറൽ നമ്മുടെ ഇതുണ്ടല്ലോ ഫിനിഷിംഗ് പൗഡർ, അതും മെബ്ലിൻ്റെ തന്നെ മെബ്ലിൻ ഫിറ്റ്മിയുടെ നാച്ചുറൽ ബീച്ച് പൗഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് മെബ്ലിൻ ആദ്യ കുറേ കാലങ്ങൾ ലോറിയലായിരുന്നു, പിന്നെ ലോറിയൽ ഞാൻ മാറ്റിയിട്ട് മെബ്ലിനിലേക്ക് മാറി. സോ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എനിക്കറിയത്തില്ല ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ചിട്ടാണ്, പക്ഷേ എനിക്കിത് ഭയങ്കര കംപ്ലീറ്റ് ഫിനിഷ് തരുന്ന 2 പ്രൊഡക്ട്സാണ്. പിന്നെ ഉള്ളത് ഇനിയുള്ള എൻ്റെ ഹൈലൈറ്ററാണ്. എനിക്ക് മെബ്ലിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ് ഫിനിഷ് തരും. എനിക്കിത് എക്സ്പെഷ്യലി നമ്മുടെ നോസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഹൈലൈറ്റ് ചെയ്യാൻ, നമ്മുടെ ഈ ഒരു ചീക്ക് ബോണിൻ്റെ ഇവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടൊക്കെ ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഇതും ഞാൻ മെബ്ലിൻ്റെ തന്നെ ആണ് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെ ഇത്. പിന്നെ ഉള്ളത് ഇനിയിപ്പോൾ കണ്ണെഴുതുന്ന സാധനത്തിനകത്ത് ഞാൻ വിട്ടുപോയി, എൻ്റെ കൂടെ ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനർ ഉണ്ടാവാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐടെക്സ് ഡാസ്ലർ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റേത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുമല്ലോ ഈ സാധനം. നല്ല ഒരു 2 minutes കൊണ്ട് പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ അതിൻ്റെ ആ സ്റ്റിക്ക് അതിൻ്റെ ആ നല്ല ഷാർപ്പാണ്. നമുക്ക് നല്ല രീതിയിൽ വരയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഐടെക്സ് ഡാസ്ലറിൻ്റെ ഐലൈനേഴ്സ് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇത് മറ്റേ കാജൽ, ഇത് ശൃംഗാറിൻ്റെ ആയിരുന്നു, ശൃംഗാറിൻ്റെ കൺമഷിയായിരുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ, തലമുടിയിൽ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഗ്രേ ഹെയർ കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ, അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഗ്രേ ഹെയർ മറയ്ക്കും. കാരണം ഹെയർ ഹൈലൈറ്റ് ചെയ്ത സമയത്ത് ആ കളർ ഫെയ്ഡായപ്പം ഗ്രേ ഹെയർ വന്നു അവിടെ എവിടെയെങ്കിലൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് മറയ്ക്കുന്നത് കേട്ടോ. അത് ഈ കാജൽ വെച്ചിട്ട് മറയ്ക്കാറുണ്ട്. ഇതും എനിക്ക് ഭയങ്കര അത്യാവശ്യമുള്ളൊരു സാധനമാണ്. പിന്നെ ഇനിയുള്ളത് ഓക്കെ ഇത് ആദ്യം ഇത് കാണിക്കാം. ഇതെൻ്റെ മസ്കാര. ഇതിനകത്ത് ഞാൻ ഇത് ലോറിയലല്ലേ, ഇത് ലോറിയലാണോ? അയ്യോ, ഒരു നിമിഷം. ഇത് ലോറിയലിൻ്റെ, എനിക്ക് ആദ്യം ഒരു കൺഫ്യൂസിങ് കേട്ടോ. ഇത് ലോറിയലിൻ്റെ മസ്കാരയാണ്. എൻ്റെ മസ്കാര ഞാൻ അങ്ങനെ ഡിഫറെൻറ്റ് ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം കയ്യിലുള്ളത് ഇതാണ്. മേ ബി എനിക്ക് തോന്നുന്നു മറ്റു മസ്കാരയൊക്കെ തീർന്നു. ഇപ്പം മസ്കാരയൊക്കെ ഒത്തിരി ഞാൻ സ്റ്റോക്ക് ചെയ്യാറില്ല. വൺസ് ഒന്ന് ഉപയോഗിച്ച് തീർന്ന് കഴിയുമ്പം അടുത്തത് വാങ്ങിക്കും. ഇതും എനിക്കിഷ്ടമാണ്. നല്ല വോളിയം. എനിക്കൊക്കെ മസ്കാര എന്താ പറയുക, ഐലാഷസ് അത്ര ഒത്തിരി ഇല്ല. അപ്പം ഇത് നല്ല വോളിയം തരും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഈ മസ്കാരയുടെ ഉപയോഗം എന്ന് വെച്ചാൽ, വൺസ് നമ്മുടെ മസ്കാര തീർന്നു കഴിയുമ്പം കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രേ ഹെയർ ഒക്കെ മറയ്ക്കാൻ നമ്മുടെ മസ്കാര നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എൻ്റെ തീർന്ന മസ്കാര ഒന്നിനെപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ ഹാൻഡ് ബാഗിലിടും. പെട്ടെന്ന് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുവാണെങ്കിലൊക്കെ അത്യാവശ്യം ഗ്രേ ഹെയർ ഒക്കെ മറയ്ക്കാൻ ഉപയോഗിക്കും. അപ്പം ഇതും ഒരു വൺ ഓഫ് ദ വെരി ഫേവറേറ്റ് ഐറ്റമാണ് എനിക്ക്. പിന്നെ ഉള്ളതിനി ലിപ്സ്റ്റിക്സ്, ലിപ്പ് ലൈനേഴ്സാണ്. ആദ്യം തന്നെ ഞാൻ എൻ്റെ വാസ്ലിൻ്റെ ലിപ് ബാം വെച്ചിട്ട് നന്നായിട്ട് ലിപ്പൊന്ന് എന്താ പറയുക, ഒരു ലിപ്പ് പ്രപ്പ് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിക്കുന്നത് വാസ്ലിൻ്റെ ഈ ഒരു കൊക്കോ ബട്ടറിൻ്റെ ലിപ് ബാമാണ്. ഇതാണ് ഉപയോഗിക്കാറുള്ളത്. അതിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു കാര്യം, അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു ആഴ്ചയിൽ 3 വട്ടം എങ്കിലും ഞാൻ ഈ ലിപ് സ്ക്രബും ലിപ് ബാം മറ്റേ വെനിലയുടെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ ചെയ്യുന്നതാണ് നന്നായിട്ട് നമ്മുടെ ലിപ്പ് ഔട്ട്ലൈൻ ചെയ്യുക. ഇത് NYX നിക്സിൻ്റെയാണ് എൻ്റെ കയ്യിലുള്ളത്. രണ്ടും നിക്സിൻ്റെയാണ്. എനിക്ക് തോന്നുന്നു ഈ ലിപ്പ് ലൈനേഴ്സ് നിക്സിൻ്റെ നല്ലതാണ് കേട്ടോ. ഒന്ന് പെൻസിൽ ലിപ്പ് ഇതാണ്, രണ്ടാമത്തേത് ഈ ടൈപ്പാണ്.
സോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇത് വെച്ചിട്ട് രണ്ടും 2 ഷെയ്ഡാണ്. ഒന്ന് ചെറിയ ഷെയ്ഡും മറ്റേത് ഡീപ്പ് റെഡ് ഷെയ്ഡുമാണ്. രണ്ടും നല്ല ലിപ്പ് ലൈനേഴ്സാണ്. ചിലപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് 2 ലിപ്പ് ലൈനേഴ്സും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വേറൊരു കളർ കിട്ടും. അതേപോലെ ലിപ്സ്റ്റിക്സും ഞാൻ ഉപയോഗിക്കാറുള്ളത് നിക്സിൻ്റെ തന്നെയാണ്. ഇത് ലോറിയലിൻ്റെയാണ്. ലോറിയലിൻ്റെ ഈ ഒരു ലിപ്പ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഇച്ചിരി ഡാർക്ക് റെഡാണ്. പിന്നെ ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഒരു 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 ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഇപ്പം ഈ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ നമുക്ക് 2 ലിപ്പ് ഷെയ്ഡ്സ് ഉണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് നോക്കുക, പുതിയൊരു ഷെയ്ഡ് കിട്ടും. ആ ഷെയ്ഡ് നമ്മൾ ആദ്യം കയ്യിലൊന്ന് മിക്സ് ചെയ്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കണം. അതൊരു ഭയങ്കര ഡിഫറെൻറ്റ് വെറൈറ്റി ഒരു ഷെയ്ഡ് കിട്ടും. നമുക്ക് എല്ലാ ലിപ്പ് കളേഴ്സും ലിപ്പ് ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ 1-2 ഷെയ്ഡ് ഉള്ളവരെ ഏതെങ്കിലും 2 ഷെയ്ഡ് മിക്സ് ചെയ്തിട്ട് ഒന്ന് ലിപ്പിൽ അപ്ലൈ ചെയ്ത് നോക്കുക, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ട്രഡീഷണൽ വെയർ അനുസരിച്ചും അല്ലെങ്കിൽ മോഡേൺ ഡ്രസ്സിനനുസരിച്ചും മാറ്റി ഞാനിങ്ങനെ ഇത് രണ്ടെണ്ണമാണ് ഉപയോഗിക്കുന്നത്. ലോറിയൽ നല്ല ലിപ്സ്റ്റിക്സ് ആണുള്ളത്. ലോറിയൽ ഇറ്റ്സ് ഒരു നല്ല ചോയ്സാണ്. ഇതൊക്കെ ഞാൻ ഇത് ഞാനിവിടെ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ലോറിയലിൻ്റെ ഈ ലിപ്സ്റ്റിക് ആമസോണിൽ നിന്നാണ്. ഇനിയുള്ളത് ഇതും എൻ്റെ ഒരു റൈമലിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ചീക്സിൻ്റെ ഇവിടെ മാത്രം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഉള്ളത് മെബ്ലിൻ്റെ ഈ BB ക്രീം. ഫൗണ്ടേഷനൊക്കെ എങ്ങാനും എടുക്കാൻ മറന്നു പോയാൽ ഈ ഒരൊറ്റ BB ക്രീം മതി കേട്ടോ, നമുക്ക് നല്ലൊരു ഫിനിഷ് ലുക്ക് തന്നെ കിട്ടും. എനിക്കിപ്പോൾ ഇത് തീരാറായി. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്കിനി ഇത് പുതിയത് വാങ്ങണം. ഇതും ഒരു നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. മെബ്ലിൻ്റെ യൂഷ്വലി ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഫൗണ്ടേഷൻ്റെ ഇതിൽ മെബ്ലിൻ പ്രൊഡക്ട്സ് എക്സലൻ്റ് ആണ്. ഇനി എൻ്റെ പ്രൈമർ ബേസ് ക്രീം ഞാൻ ഉപയോഗിക്കുന്നത് മെബ്ലിൻ്റെ തന്നെയാണ്. മെബ്ലിൻ്റെ ഇത് ബ്ലർ പ്ലസ് സ്മൂത്ത് അതാണ് അതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ. അപ്പം ഇതും നല്ലൊരു പ്രൊഡക്റ്റാണ്. യൂഷ്വലി എനിക്ക് തോന്നുന്നു ഞാനിപ്പം പ്രിഫർ ചെയ്യുന്നത് കുറേ നാളായിട്ട് ഉപയോഗിച്ച് എനിക്കിപ്പം ഇഷ്ടം മെബ്ലിൻ്റെ പ്രൊഡക്ട്സിനോടാണ്. ഫൗണ്ടേഷൻ ആയാലും ബേസ് ക്രീം ആയാലും അത് BB ക്രീം ആയാലും എല്ലാം എനിക്ക് മെബ്ലിൻ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. ലോറിയൽ മറ്റ് പ്രൊഡക്ട്സ് ഒന്നും മോശമെന്നല്ല പറഞ്ഞത്. എൻ്റെ ഫേവറേറ്റ് മെബ്ലിനാണ് കേട്ടോ. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി റീൽസ് കാണുമ്പം ഞാൻ അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ ഹെയർ വാക്സ് സ്റ്റിക്ക്. അതായത് ഞാൻ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഒരുക്കാൻ പോകുമ്പം ഇൻസ്റ്റാഗ്രാം റീൽസിൽ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മുടെ ഹെയറൊക്കെ ഇല്ലേ, ഈ ബേബി ഹെയർസ് പുതുതായിട്ട് വരുന്ന ഹെയർ ഉണ്ടാവുമല്ലോ, നമ്മൾ എത്ര ബ്രഷ് ചെയ്ത് നമ്മൾ മുടി കെട്ടി വെച്ചാലും ചില സമയത്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മുടി പൊങ്ങി വരും. അപ്പം ഞാൻ നോക്കുമ്പോൾ പല മേക്കപ്പ് ആർട്ടിസ്റ്റും ഇങ്ങനൊരു സാധനം അവരുടെ കയ്യിൽ ഉണ്ടാവും. അവർ ഫൈനലി ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുന്ന പോലെ തോന്നും, മസാജ് ചെയ്ത് വിടും. ആൻഡ് ദെൻ ആ ഹെയർ ഭയങ്കര എല്ലാം അടങ്ങി ഒതുങ്ങിയിരിക്കും. അപ്പോൾ എനിക്ക് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, അത് നല്ലതാണോ? ഡെയിലി വെയർ എനിക്ക് അറിഞ്ഞുകൂടാ. അറ്റ്ലീസ്റ്റ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പം ഒരുങ്ങാൻ സമയത്ത് നമുക്ക് മുടിയൊക്കെ നല്ല ഒതുക്കി കെട്ടി കൊണ്ടുപോകുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, ആ സമയത്ത് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മളൊരു വെഡ്ഡിങ്ങിന് പോകുന്നു, എൻഗേജ്മെൻറ്റ് എന്തായിക്കോട്ടെ, ആ സമയത്ത് ഉപയോഗിക്കാൻ നമുക്ക് നല്ലതായിരിക്കും. ഡെയിലി വെയർ എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ, ഞാൻ അതിന് യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് വാങ്ങിച്ചത് കഴിഞ്ഞ മാസമാണ്. 1 ടൈം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം മുടി നമുക്ക് പ്രത്യേകിച്ച് മുല്ലപ്പൂവൊക്കെ വെക്കേണ്ട ഒരു ഇതാണെങ്കിൽ മുടി നല്ലതായിട്ട് ചീവി കെട്ടി ബണ്ണൊക്കെ പുറകിൽ ബണ്ണൊക്കെ വെച്ച് കെട്ടിയിട്ട് ഫൈനലി ഇത് വെച്ചൊന്ന് മസാജ് ചെയ്യുക, മുടിയെല്ലാം നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കുക. പിന്നെ ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം ഒത്തിരി യൂസ് ചെയ്യരുത്, ഭയങ്കര ഓയിലി ഫീലിംഗ് ആയിരിക്കും, ഒരു ലൈറ്റായിട്ട് മതി. ആൻഡ് എവറി ഡേ യൂസിന് നമുക്ക് ഹെയറിന് നല്ലതാണോന്ന് അറിയില്ല. എനിവേ ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. 1 ടൈം ഞാൻ യൂസ് ചെയ്തു, എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ വളരെ ലൈറ്റായിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ മേക്കപ്പ് ബോക്സിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പം, അല്ലെങ്കിൽ ഡെയിലി വെയറിനാണെങ്കിൽ പോലും ഉപയോഗിക്കുന്ന എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റ് ഹാവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. ആൻഡ് പിന്നെ വേറെ ഇനി എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് കാണുവാണെങ്കിൽ
ഞാൻ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാറുള്ളൂ. പിന്നെ എല്ലാവർക്കും ഇത് ഒരുപോലെ ആവണമെന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് ഇതിൽ റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നിയൊരു സാധനം ഈ സ്പാസ്ക്രിപ്ഷൻസിൻ്റെ ഈ ഒരു ബോഡി സ്ക്രബ്ബ് നിങ്ങളെല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം. ദിസ് ഈസ് ഹൈലി ഗുഡ്. ഇത് എന്താ പറയുക, ഇറ്റ്സ് എ വെരി എക്സലൻറ്റ് പ്രോഡക്റ്റ്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അതേപോലെ ഈ ഒരു ഹണി ബോഡി ലോഷൻ ഒരു നല്ല സാധനമാണ്. പിന്നെ എല്ലാ ദിവസവും രാവിലെ തന്നെ കോക്കനട്ട് ഓയിൽ വെച്ച് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്യുക. പിന്നെ വാസ്ലിൻ്റെ ഈ ഒരു വാസ്ലിൻ പ്രൊഡക്റ്റ് നല്ലതാണ് ബോഡിയിൽ, പ്രത്യേകിച്ച് കൈക്കോ കാലിനോ ഒക്കെ. നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ, വേറൊന്നുമില്ല. ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നവിടെ നിങ്ങൾക്കൊക്കെ ഒരു ഹെൽപ്ഫുൾ ആവും, യൂസ്ഫുൾ ആവും എന്നൊക്കെ വിചാരിക്കുന്നു. മറ്റൊന്നുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. മേക്ക് ഓഫ് ഫോർ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി സന്തോഷങ്ങൾ നേരുന്നു. സീ യു ഓൾ സൂൺ. ടേക്ക് കെയർ. ബൈ.